ഹേയ് ഗൈസ്, ഷൂട്ട് തുടങ്ങി. എൻ്റെ പൊന്ന് ഗൈസ്, ഞാൻ 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 വെറുതെ പറയണല്ലോ, ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാനുണ്ട് അവളെ. ഞാൻ അത് ഓവറായിട്ട് പറഞ്ഞു കൊളാക്കണം, പക്ഷേ ഐ റിയലി മിസ് ഹെർ. ഇത്രയും ദിവസം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച ഇടന്നില്ല രണ്ടെണ്ണം കൂടെ. നമുക്ക് ഇന്ന് ഷൂട്ട് നല്ല ലേറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്ട് ഇപ്പൊ ഞാൻ 9:30 ആയപ്പോഴാണ് ഷൂട്ട് കഴിഞ്ഞ് മഴവിൽ നിന്ന് ഇറങ്ങിയത്. കാരണം ഇന്ന് 4 എപ്പിസോഡ് ഷൂട്ട് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ഹെക്ടിക്. സ്പെഷ്യൽ 2 ആയിരുന്നു. അപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങിയല്ലേ, നമുക്ക് ദാണ്ട ഗൈസ് എന്റെ ഇരിക്കുന്ന 2 ഐഫോൺ നിങ്ങൾ കണ്ടോ. ഇത് 17 Pro Maxും ഇത് 16 Pro Maxും ആണ്. ഒരു അമ്മ പെറ്റ 2 മക്കളെ കണക്കേ പറയുള്ളൂ, അല്ലെങ്കിൽ അല്ലാതെ തിരിച്ചറിയാനൊന്നും പറ്റൂല. അപ്പോ ഈ 16 Pro Max നമുക്കിന്ന് തിരിച്ചു കൊടുക്കാം. ഇത് റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് തന്നെ ഇത് തിരിച്ചു കൊടുക്കാം ഗൈസ്. റീസെറ്റ് ചെയ്യുന്നതൊക്കെ സിമ്പിൾ ആണ്. സെറ്റിംഗ്സിൽ പോവുക, ജനറലിനകത്ത് കയറുക, താഴെ പോയിട്ട് ട്രാൻസ്ഫർ ഓർ റീസെറ്റ് ഐഫോൺ ഇട്ട് റീസെറ്റ് കൊടുത്തിട്ട് ഇതിന്റെ അകത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. പ്രിപ്പയർ ഫോർ ന്യൂ ഐഫോൺ ഇതല്ലേ, മേക്ക് ഷുവർ എവറിത്തിങ് ഈസ് റെഡി ടു ട്രാൻസ്ഫർ ടു എ ന്യൂ ഐഫോൺ ഈവൻ ഇഫ് യു ഡോണ്ട് ഇതല്ലല്ലോ. ഇറൈസ് ഓർ കണ്ടന്റ് ആൻഡ് സെറ്റിംഗ്സ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് റീസെറ്റ് ചെയ്ത് ഐഫോൺ ഫോബിയാസ് കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാൻ സനുബ്രോഡ് അങ്ങോട്ട് പോവാം ഗൈസ്. ഇന്ന് ഞാൻ നല്ല ടയേർഡാണ്. അപ്പോ നമുക്ക് ആദ്യം ഓഫ് ടു ഐഫോൺ ഫോബിയാസ്. നമ്മൾ ജസ്റ്റ് അത് ഷട്ടർ പാതി താത്തിയപ്പോ ഇങ്ങെത്തി ഗൈസ് ഫോബിയാസ്. എന്തായാലും അടയ്ക്കുന്നതിന് മുന്നേ നമുക്ക് അകത്തോട്ട് കയറാം. അപ്പോഴത്തേക്ക് നാണ്ട ഗൈസ് സനുബ്രോയുടെ കോളും വന്നു. ഹലോ, ഉണ്ട് പാതി ഷട്ടർ താത്തിയുള്ളു. ഞാൻ ഇങ്ങെത്തി സനുബ്രോ. അപ്പൊ ഞാൻ ഇത് ഓക്കെ ഞാൻ അത് കൊടുത്തിട്ട് ഇതായിരുന്നു. ഓക്കെ, ഇതാണ്ട ഗൈസ് നമ്മള് കറക്റ്റ് ആയിട്ട് റീസെറ്റ് ആയി. ഇതാണ് റീസെറ്റ് ആയി വരുമ്പോൾ ഉള്ള സ്ക്രീന്. ഇനി കറക്റ്റ് ലാംഗ്വേജ് ഒക്കെ സെറ്റ് ചെയ്ത് അകത്ത് കയറിയാൽ മതി. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, നിങ്ങൾ എൻ്റെ ഇത് നോക്കിക്കോണ്ടേ. ഞാനാണെങ്കിൽ ഇതിന്റെ കൂട് കളഞ്ഞിട്ടില്ല. ഫ്രഷ് ആയിട്ട് എൻ്റെ കൂടുണ്ട്. ഇത് കണ്ടാ, ഇതിന്റെ സിം ഇജക്ടർ ടൂള് ഇപ്പൊ ഉള്ള ഫോണുകളിലില്ല. ഐ മീൻ ദുബായിൽ നിന്ന് വരുന്ന ഫോണുകളിലില്ല. ഇത് മറ്റേ സിം ഉള്ള ഫോണിന്റെ ആണ്. അപ്പം ഇതൊന്നും ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല. കാരണം ചാർജിങ് കേബിളും ബ്രിക്കും ഒക്കെ നമ്മുടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ആരാണോ ഇത് കിട്ടുന്നത് അവർക്ക് ഇതിന്റെ പ്രസ്റ്റീൻ പുതിയ കണ്ടീഷനിൽ ഗൈസ്. ശരിക്കും പറയണേ, എനിക്ക് ഇപ്പോഴത്തെ ഓറഞ്ചിനെക്കാളും എനിക്ക് ഈ ഇതേപോലത്തെ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്രാവശ്യം അവര് ഗോൾഡനോ ഡെസേർട്ടോ ഒന്നും ഇറക്കിയില്ല. അവര് ടൈറ്റേനിയം മൊത്തത്തിൽ എടുത്ത് കളഞ്ഞല്ലോ. വേണ്ട, പുതിയ ഐഫോൺ. ഐ മീൻ 6 മാസം പഴക്കമുള്ള ഐഫോൺ. നമ്മൾ 6 മാസം മുന്നെയാണ് മാറ്റിയത്. പിന്നെ നമ്മുടെ പുതിയ 16 Pro Max 17 Pro Maxൽ നമുക്കൊരു സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കണം. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഹലോ ജസ്റ്റിനെത്തി ഞാൻ. ബ്രോ, അയ്യോ മലത്തെ കൈ കൊണ്ട് വരാം. ഐശ്വര്യമായിട്ട് പിടിക്കുക. ഇതിന്റെ അയ്യർ കളി തന്നെ അല്ലേ ഇവിടെ? ഇത് 17 Pro അല്ലേ? എങ്ങനെയുണ്ട് ബ്രോ? മൊമെന്റ് ഉണ്ടാ? കുഴപ്പമില്ല. ഒതുങ്ങുന്നവരെ ചെറുതായിട്ടാണെന്നാലും പോയിക്കോളും അല്ലേ? ഇനി എനിക്ക് അടുത്ത എടുക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക് ബുക്കാണ്. കാരണം എന്റെ മാക് ബുക്ക് ഓൾറെഡി 7 വർഷം പഴക്കമുള്ളതായി. ഒരു മാക് ബുക്ക് നമുക്ക് അതിപ്പോ വേണ്ട, പതുക്കെ എടുക്കാം. ബ്രോ, ഇതിന്റെ അകത്ത് ഈ സ്ക്രീൻ ഗാർഡ് എനിക്കൂടെ ഒന്ന് ഒട്ടിച്ചു തരുമോ? അന്തോടെ അതിന്റെ ഇടയിൽ കൂടെ എന്റെ വീഡിയോ എടുക്കണം. ഹലോ, നീയാണത് എടുക്കണത്? അടിപൊളി, കൺഗ്രാചുലേഷൻസ്. വേണ്ട, സ്ക്രീൻ ഗാർഡ് അന്ന് എനിക്ക് തന്നു വിട്ടതാണ് കേസ്. ഇതൊരു ഒട്ടിക്കായിരിക്കും ആപ്പ് ഇല്ലേ? സെറ്റല്ലേ ഇരുന്നാ ഏറി കയറി നമ്മൾ പ്രാവശ്യം. പക്ഷെ എനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഞാൻ ഇനി എങ്ങനെ അൺബോക്സ് ചെയ്യും? ഞാൻ അത് എനിക്കാണെങ്കിൽ അത് ഇപ്പോഴും ആലോചിച്ചിട്ട് ടെൻഷൻ മാറില്ല. വെള്ളത്തിന്റെ അടിയിലാണെങ്കിലേ നമുക്ക് നീന്തി പോയി എടുക്കാം. ഇത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ താഴെ കടലല്ലേ. പിന്നെ ഒരു ധൈര്യത്തിന് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കട്ടെ. ഓക്കെ, മിഷൻ അക്കോംപ്ലിഷ്ഡ്. സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് മാക്സ് സേഫ് ഉള്ള ഒരു കേസും ഇട്ട് ഈ മച്ചാൻ ഓൾ ദി ബെസ്റ്റും കൊടുത്ത് ബ്രോയ്ക്ക് ടാറ്റയും കൊടുത്തിട്ട് ഞാൻ ഇറങ്ങാണ്. പോയിട്ട് വരട്ടെ ബ്രോ. ടാറ്റ, കാണാം. ഓക്കെ, അങ്ങനെ അടച്ച കട തുറപ്പിച്ച് നമ്മൾ മിഷൻ അക്കോംപ്ലിഷ് ചെയ്തിട്ട് ഇനി സനുബ്രോഡ് അങ്ങോട്ട് എന്തെങ്കിലും കഴിക്കാൻ കഴിച്ചു. എനിക്ക് വിശക്കണം. ലെറ്റ്സ് ഗോ. നമ്മൾ സനുബ്രോയുടെ അമ്പരചുംബരിയിൽ എത്തി ഗൈസ്. ഇന്ന് 2 സാധനം ഉണ്ട് ഗൈസ്. ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം, സനുബ്രോക്ക് ഇത് ഒന്നിച്ച് കാണിച്ചു തരാം. ഇത് 2 മാക്സ് സേഫ് അക്സസറി ആണ് ഗൈസ്. എന്നെ ഗേറ്റ് പിടിച്ച് നിർത്തി ഗൈസ്. ഇതെന്താണ് സനുബ്രോ? എന്തൊരു ഗേറ്റ് പിടിച്ച് നിർത്താനാ?
സനി ബ്രോ 17 Pro Max സനി ബ്രോ കണ്ട ഞാൻ എന്നും ഇരുന്ന് കാണാറുണ്ട് ആൾക്കാരുടെ വീഡിയോകളൊക്കെ. ഇത് ഓറഞ്ച് അല്ല, അതൊരു കോപ്പർ കളർ. ഒരു ചെറിയൊരു കോപ്പറിഷ് കളറാണ്, പക്ഷെ നല്ല രസമില്ലേ കാണാൻ. സെൽഫി ക്യാമറ എടുത്ത് നോക്കിയാണ് സനി ബ്രോ, അതാണ് മെയിൻ ഹൈലൈറ്റ് സാധനം. അല്ല മറ്റേ ലോക്ക് സ്ക്രീനിൽ തന്നെ ക്യാമറ ബട്ട് ഉപയോഗിക്കൂലേ നിങ്ങള്? ഉപയോഗിക്കത് ഇതിനല്ലേ അത് വെച്ചേക്കണത്. വീഡിയോ ക്വാളിറ്റി നല്ലുണ്ട്. സെൽഫി ക്യാമറ ഉണ്ട്. തിരിച്ച് കണ്ട ഓട്ടോമാറ്റിക്കലി ഇത് ഞെക്കി കഴിഞ്ഞാ, അല്ല ഇതിപ്പോ ഫോട്ടോ അല്ലേ, വീഡിയോ ഉണ്ട്. ഇനിയിപ്പോ വ്ളോഗ് ചെയ്യാനായിട്ട് ഇങ്ങനെ വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. ഹായ് ഗൈസ്. ഇത് 4K അല്ലേ? 4K 60 ക്ലാരിറ്റി അല്ലേ? സെൽഫി ക്യാമറ വേറെ ലെവലിൽ പോയി. സനി ബ്രോക്ക് ഇത് ബെസ്റ്റ് ആണ്, കാരണം സ്ക്രീൻ ഫ്രെയിം ചെയ്യാൻ സെറ്റ് ആണ്, കാരണം തിരിച്ചു പിടിച്ച് എടുക്കണ്ട. ഫോൺ കിട്ടി, പുതിയ ഫോൺ കൊള്ളാം കേട്ടോ. ഇല്ലേ സനി ബ്രോ? ഈ ലൈറ്റിലൊക്കെ ഫ്ലിക്കറിംഗ് വരേണ്ടതാണ്. ഓ മൈ ഗോഡ്, സെറ്റ് അല്ലേ? നൈസ് ഗൈസ്. അതെ ഗൈസ്, സനി ബ്രോക്ക് ഇഷ്ടപ്പെട്ടു. ലോ ലൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സനി ബ്രോ. ലോ ലൈറ്റ് ടെസ്റ്റിംഗ് നടത്തുകയാണ് സുഹൃത്തുക്കളെ. സെറ്റ് അല്ലേ? ഓ വാവ്, വേണ്ടി തന്ന ഫീച്ചർ കണക്കിത്. ഫ്രണ്ട് ക്യാമറ വെച്ച് പക്ഷെ അവന്മാര് മറ്റേ ക്യാമറ ബാക്ക് ക്യാമറയിലോട്ടും കൂടെ സ്വിച്ച് ചെയ്യുന്ന സാധനം വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ വരും. അത് അടുത്ത ഫീച്ചറായിട്ട് കൊണ്ടുവരും അടുത്ത അപ്ഡേറ്റില്. സെറ്റ് അല്ലേ? ഞാൻ വേറൊരു സാധനം കാണിച്ചു തരട്ടാ. വേറെ ഫോൺ ട്യൂബ്ലൈറ്റ് അല്ല അത്. ഇത് സനു ബ്രോ ഞാൻ കുറെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച സാധനമാണ്. ഉലാൻസിയുടെ മോണോ, മറ്റേ ഇത് സെൽഫി സ്റ്റിക്ക് മോണോപോഡ് പണ്ട് ഞാൻ ഉപയോഗിച്ചോണ്ടിരുന്നത്. ഞാൻ കൊണ്ട് കളഞ്ഞില്ലേ എനിക്ക്. ദാണ്ട ഇതാവുമ്പോഴത്തേക്കും ഇത് ഒരുപാട് ഇത് വരുന്നുണ്ടായിരുന്നു എനിക്ക്. ഏത് ആഡ് വരുന്നുണ്ടോ? സനു ബ്രോ കിടില സാധനം. എന്നിട്ട് നീളം അത് വലിച്ചു നീട്ടിക്കോ. പേടിയാണ് ഫോണൊക്കെ വെച്ചേ. ഇനി ആലോചിക്കേണ്ട, നമുക്ക് അത്യാവശ്യത്തിനൊക്കെ ആണെങ്കിലേ ഇങ്ങനെ എടുത്തു വെച്ചിട്ട്, ഫ്രണ്ട് ഇപ്പൊ ഇങ്ങനെ ആയല്ലോ. ഓ ഇങ്ങനെ ചെയ്യാല്ലേ? ഇത് എത്ര രൂപ ഈ സ്റ്റിക്ക്? ഈ സ്റ്റിക്ക് എനിക്ക് 2000 രൂപ സംതിങ്. അല്ല ഇത് ഓൺലൈനായിട്ട് ഇത് പൊളപ്പ സാധനം കേട്ടാ. ഇത് നമുക്ക് ഇങ്ങനെ തിരിച്ചു വെക്കാം. പിന്നെ ഇത് മാക്സ് സൈഫ് മാത്രമല്ലേ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് പക്ഷെ ഓട്ടോമാറ്റിക്കലി വീഴുമ്പോ മറ്റേ ഇത് തുറക്കില്ലല്ലേ? ഏത് ടൈറ്റ് ആണ്. ഈ സാധനം ഉണ്ടല്ലോ സാധനം നോക്കിക്കോണ്ടേ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 സാധനങ്ങളാണ്. ഇത് എടുക്കാൻ ഇത് ഞാൻ കുറെ റിസർച്ച് ചെയ്തിട്ടാണ് ഇതിൽ വന്നെത്തിയത്. ഒന്ന്, ഇതിനകത്ത് മാക്സ് സേഫും ഉണ്ട്. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ നോർമൽ മൊബൈൽ ഹോൾഡറും ആവും. ഓ മനസ്സിലായി, 2-2-in-1. പക്ഷെ വീഴോ? ഇല്ല, ഇത് സ്ട്രോങ് ആണ്. ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ ഇങ്ങനെ തിരിക്കാൻ പറ്റും, പറ്റും, അങ്ങനെ പറ്റും. പിന്നെ ഈ സാധനം കണ്ട, ഇത് നമുക്ക് ഇതിന്റെ അടിയിൽ ഒരു സൊനാപ്പി ഇങ്ങനെ എടുക്കാൻ പറ്റുമേ. ഇങ്ങനെ ഒരു സാധനം വരും. എന്നിട്ട് അപ്പൊ ഇപ്പൊ നമുക്ക് ഓവർ ഹെഡ് ഷോട്ട് ഒക്കെ എങ്ങാനും എടുക്കണോന്ന് വെച്ചോ. ഇതെടുത്ത് കൊളുത്തി മുകളിലോട്ട് വെച്ചിട്ട് അപ്പൊ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ട്രൈപോഡ് പൊസിഷനിങ് ഒക്കെ ആംഗിള്. സനി ബ്രോ മറ്റേ നമ്മൾ ഈ റിവ്യൂസ് ഒക്കെ കാണുന്ന പോലത്തെ ഒരു സാധനം ഇല്ലേ, ടോപ്പ് ഡൗൺ ആംഗിള്. ഓ മനസ്സിലായി. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ മൊബൈൽ അല്ല റിമോട്ടിന്റെ റിവ്യൂ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. സനി ബ്രോ ചുമ്മാ ടോപ്പ് ഡൗൺ ഷോട്ട്. മറ്റേത് ട്രൈപോഡിന്റെ കാല് വരും അതില്ലെങ്കിൽ. അപ്പൊ ഇതിനകത്താണ് മറ്റേ ബാലൻസ് ചെയ്യാനുള്ള. ബേസിക്കലി ഇതെന്ന് പറഞ്ഞാൽ ഫുഡ് റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഇതെടുത്ത് വെച്ചിട്ട് എനിക്ക് ഇത് വലിയ ഉപകാരപ്രദമായി തോന്നുന്നുണ്ട്. ഇത് ഭീകര സാധനമാണ് സനി ബ്രോ. ഇത് വാങ്ങണേ സനി ബ്രോക്ക് വെർത്തായിരിക്കും. അത് ഞാൻ നേരാവണ്ണമുള്ള എടുത്ത് പഠിക്കേണ്ടത്. അല്ല ഇത് എനിക്ക് തോന്നുന്നു നിങ്ങളെ പോലെ പ്രൊഫഷണൽസിനാണ് കേട്ടാ, പല ആംഗിളിൽ എടുക്കുന്നവർക്കാണ് എടുക്കാം. പിന്നെ സനി ബ്രോയ്ക്ക് ഫുഡ് വ്ളോഗിങ് ചെയ്യുമ്പോഴത്തേക്ക് ഉപകാരം വരുന്ന ഒരു സാധനം കൂടെ ഞാൻ മേടിച്ചു. എനിക്ക് ഉപകാരപ്രദമുള്ളതൊക്കെ നീ എന്തിനാണ് വാങ്ങിക്കുന്നത്? അല്ല ഇത് എനിക്ക് ഉപകാരമുള്ളതാണ്. ഇത് വട്ടത്തില് ഇതാണ് ലൈറ്റ്. ഓ മനസ്സിലായി, LED വീഡിയോ എടുക്കുമ്പോ. എന്റെ പുതിയ ബ്രഹ്മാസ്ത്രമാണ് സനി ബ്രോ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഇതിപ്പോ രാത്രിയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ഇതങ്ങ് കത്തിച്ചാൽ മതി. ഇത് രണ്ടിതും ഉണ്ടോ? വാമും കോൾഡും ഉണ്ടോ? യെസ് ഓഫ് കോഴ്സ്. ഇതിപ്പം കോൾഡ് അല്ലേ. ഇത് നമുക്ക്
ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഉലാൻസിയുടെ ബ്രാൻഡ് അംബാസഡർ ആയെന്ന് തോന്നുന്നു. എനിക്കിത് ഒരു പൈസ തരണം ഉലാൻസി, നിങ്ങൾ എനിക്ക് പൈസ തരണം. ഇത് നമുക്ക് എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ കൊള്ളാം കേട്ടാ. ഇതെല്ലാം നീ ഓൺലൈനിൽ വാങ്ങിച്ചാണോ? ഇത് ഓൺലൈനിൽ വാങ്ങിച്ചാണ് സാലു ബ്രോ. അപ്പൊ എനിക്ക് ഇങ്ങനെ വെച്ച് ബ്ലോക്ക് ചെയ്യാം. ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്താൽ ഈ റൂമിലെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്താൽ കിട്ടില്ല. കറക്റ്റ് ലൈറ്റ് ഇല്ലെങ്കിൽ പോലും ലോ ലൈറ്റ് സിറ്റുവേഷനുകളില് ഫോർ എക്സാമ്പിൾ ഇത് ഓഫ് ആവുകയാണെങ്കിൽ എന്റെ മുഖം ഇങ്ങനെയാണ് ഇരിക്കണം ഈ ക്യാമറയിൽ. അത്ര വീക്കിടിലും അല്ലല്ലോ, ഇരുട്ടാണല്ലോ. എന്നാ ഇത് ഓൺ ആവുകയാണെങ്കിൽ ഇത് കറക്റ്റ് മറ്റേ ലൈറ്റ് ഇട്ട് ചെയ്യണ പോലെ ഉണ്ട്. ഇത് നമുക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇതെടുത്ത് ഒട്ടിച്ചാ മതി. മനസ്സിലായി. ഇത് ഊരി അത്യാവശ്യ ഘട്ടങ്ങളിൽ ലൈറ്റ് ഇല്ലാതെ എന്റെ മറ്റേ ക്യാം ഇല്ലാത്ത സമയം വൈറ്റ് ലൈറ്റ്. ഇത് വൈറ്റ് ലൈറ്റ് ആണോ? ഇതിപ്പോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടേക്കാണ്. ഇപ്പൊ കൂളായി, ഞാൻ കൂളായി, ഞാൻ വാമായി. അതിന്റെ ഇടയ്ക്കുള്ള ഒരു പേഴ്സൺ ആണ് ഞാൻ. അതാണ് കറക്റ്റ് സ്കിൻ ടോൺ കറക്റ്റ് ആവുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നൈസായി. ഇനി ഇൻ കേസ് ഞാൻ സെൽഫി ക്യാം ആണ് ഉപയോഗിക്കണെന്ന് വെച്ചോ, ഇത് പിടിച്ച് നൂത്തിയാ മതി. ഓ, ഇതിങ്ങനെ പറ്റുമല്ലേ? ഇതിങ്ങനെ നീട്ടാണ് സത്യം പറഞ്ഞാൽ കറക്റ്റ് ലൈറ്റ് ആംഗിള് ഇതാണ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുമാതിരി മറ്റേ ഇരുട്ട് മുറിയിൽ ലൈറ്റ് അടിച്ച പോലത്തെ ഫീലിംഗ് ആണ്. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷൻ ലൈറ്റിന്റെ. ഇത് നമുക്ക് ചരിച്ചൊക്കെ വെക്കാം. വീഡിയോയുടെ ക്വാളിറ്റി നീ നോക്കി നോക്ക്, ലൈറ്റിന്റെ ആ ഒരു ഈവൻനെസ് ഉണ്ടല്ലോ, ഇതാണ് കുറച്ചുകൂടെ നൈസ്. ഇത് ഇത് പൊളി സാധനം. ഇത് അത്യാവശ്യം വ്ളോഗിങ്ങിനൊക്കെ സനബ്രോ ഇത് പിടിച്ച് വ്ളോഗ് ചെയ്ത് നോക്കിയേ. ഓ നൈസ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇരുട്ടത്ത് ഗൈസ്, നമ്മൾ ഇരുട്ടത്തൂടെ നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം ഈ ലൈറ്റ്, നൈസ്. ഇതാണ് എന്റെ പുതിയ ലൈറ്റ്. സൂപ്പർ കേട്ടാ. കാട്ടിക്കൂടെ ഒക്കെ പോകുമ്പോ ഇത് വെച്ചിട്ട് ഇങ്ങനെ പോവാം. പെട്ടെന്ന് കാട്ടിലിടിച്ച് ഇങ്ങനെ രസമുണ്ട്. ഇത് ഇങ്ങനെ തിരിക്കാനും പറ്റുമോ? ഇങ്ങനെ തിരിക്കാൻ എന്നിട്ട് ഇങ്ങനെ ഇത്രേ ഉള്ളൂ. ഓ, പിന്നെ നീ ഇങ്ങനെ വെച്ചിട്ട് തിരിക്കി. അതാണ് ഇങ്ങനെ മടക്കണം. മടക്കി കഴിഞ്ഞാൽ ബാക്കിൽ ലൈറ്റ്. ഓ, ഇത് എന്റെ ഫേസിലാണ് ലൈറ്റ് വന്നോണ്ടിരിക്കണം. കണ്ട ഗൈസ്, ഇതൊക്കെ ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച സാധനങ്ങളാണ്. ഇത് വർത്ത് സാധനങ്ങളാണ് ഗൈസ്. ഇനി നമ്മുടെ എന്റെ പള്ളി പെട്ടെന്ന് ഇവരെ കണ്ടപ്പോഴേ ഞാൻ പേടിച്ചു പോയി. സെറ്റ് ഗൈസ്. സനി ബ്രോ എങ്ങനെയുണ്ട് എന്റെ ആമസോൺ കണ്ടുപിടുത്തങ്ങൾ? ഓ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ കേസ് വേണമെങ്കിൽ, എനിക്ക് തോന്നുന്നു വ്ളോഗർമാരൊക്കെ എന്നെ ഫോളോ ചെയ്യാനുണ്ടെന്ന് അതുകൊണ്ട്, എന്നാലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. ഞാൻ താഴെ ഇതിൽ എവിടെയെങ്കിലും മറ്റേ പ്രോഡക്റ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും ഒക്കെ ഞാൻ എന്റെ ലിങ്ക് കൊടുത്തേക്കാം. കിടില സാധനങ്ങൾ ഗൈസ്. ഒരെണ്ണം ഇങ്ങനെ ഇരിക്കുന്നു. ഇത് ഭീകര സാധനം കേട്ടോ. ഇത് പിന്നെ ഇതിനകത്തൊരു റിമോട്ടും ഉണ്ട്, നമുക്ക് റിമോട്ട്ലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പുതിയ ഫോൺ പഴയ ഫോൺ സ്ലോ ഡൗൺ ആക്കും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പുഷ് ചെയ്യണതുകൊണ്ടാണ് പുതിയ ഫോൺ നമ്മൾ തുറക്കുമ്പോ നമ്മളെ ഫോണൊക്കെ എന്തോ പഴയ ജാമ്പോന്റെ കാലത്തെ ഫോണും അല്ല. സ്മൂത്ത്നെസ് അല്ലേ? ഇവിടെയാണ് ഇതിന്റെ ഇതാണ് ഇതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുള്ളത്. ഇപ്പൊ കൂടി ഇപ്പൊ കുറഞ്ഞു. ഇത് ഓണാക്കാനും ഓഫാക്കാനും ഉള്ളത്. ഇതിപ്പം കൂളായി, ഇതിപ്പം വാമായി. പിന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള പോർട്ട്. വർത്ത് സാധനം. ഉലാൻസി എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. ഇതാണ് സാധനം ഗൈസ്. ഇത് പെയ്ഡ് അല്ല, ഈ ഉലാൻസിക്കാരുടെയാണ്. പണ്ട് ഞാൻ ഒരു ട്രൈപോഡ് വാങ്ങി, നിങ്ങൾക്ക് ഓർമ്മ വേണ്ട, 38,000 രൂപയ്ക്ക് എങ്ങാണ്ട് ഒരെണ്ണം വാങ്ങിച്ചത്. അത് ഈ സാധനമാണ്. ഇത് വ്ളോഗർമാർക്ക് ഉപയോഗപ്രദമായ സാധനം. സ്പെഷ്യലി ഈ സാധനം ബജറ്റായിട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ടോപ്പ് ഡൗൺ ഷോട്ട് ഒക്കെ എടുക്കാൻ പറ്റും. ഇനി നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ ടോപ്പ് ഡൗൺ ഷോട്ട്സ് ഒക്കെ കാണാൻ പോകുന്നതായിരിക്കും. എനിക്ക് വിശക്കുന്ന സനി ബ്രോ, കഴിക്കാം. ഷവായി കഴിക്കട്ടെ ഗൈസ്. എനിക്ക് ഷവായി ഓർഡർ ചെയ്ത് സനി ബ്രോയ്ക്ക് വയറ് വയ്യ, അതുകൊണ്ട് പുറത്ത് നമുക്ക് പോണ്ടടാ, ഇന്ന് അകത്തിരുന്ന് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോ ചില്ലി ചിക്കനും പൊറോട്ടയും. ചിലപ്പോ ഇത് കഴിക്കുമ്പോഴേക്ക് എന്റെ വയറ് ശരിയാവാൻ പോകുന്നത് ഒരു പരീക്ഷണം. നമ്മള് വേണ്ടി പരീക്ഷിക്കാൻ ഓരോ ഉടായ്പകളും ഇതോടെ തീരും. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്റെ വയറിന്. നമ്മളൊരു വെറൈറ്റി ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടി ഇരുന്നാണ്. അപ്പോഴാണ് പൊറോട്ടയും ചില്ലി ചിക്കൻ. എങ്ങനെയുണ്ട് സനോറ? എന്റെ ഉലാൻസിയുടെ ലൈറ്റ് യൂസ് ചെയ്തോണ്ടിരിക്കുകയാണ്. കണ്ട ഫുഡൊക്കെ എന്ത് ക്ലാരിറ്റിയോടുകൂടി കിട്ടുന്നത് കണ്ടോ നിങ്ങൾ? ആഹാ, മസാല സവായി അല്ലേ? കൊള്ളാം ഗൈസ്. ഞങ്ങൾ കഴിച്ചിട്ട് വരാം. സനിബ്രോക്കാണ് വയറ് വയ്യാത്തോണ്ട് ഡയറ്റിലാണ്. ശരി സനിബ്രോ, താങ്ക് യു ഫോർ ദ ഫുഡ്. നാളെ കാണാം.
നമുക്ക് കുറച്ച് എക്സ്പ്ലോറേഷൻ ഇറങ്ങണം കേട്ടാ. ഓക്കെ, പോയിട്ട് വരാം. ഓക്കെ, ഇനി പതുക്കെ പോട്ടെ, എന്നിട്ട് കിടന്ന് ഉറങ്ങട്ടെ. ഇപ്പം മണി 11:15. ഇനി രാവിലെ 6 മണിക്ക് എഴുന്നേക്കണം. വർക്കൗട്ട് ഉണ്ട്. പച്ചു ഇപ്പം മെസ്സേജ് വെച്ചേ ഉള്ളു, ചേട്ടാ നാളെ 6:15 സെറ്റ് അല്ലേ. അപ്പൊ 6 മണിക്ക് എഴുന്നേറ്റ വർക്കൗട്ട് സെറ്റ് ആണ്. എങ്ങനെയുണ്ട് ഗൈസ് എന്റെ പുതിയ ഗാഡ്ജറ്റ് കളക്ഷൻ, അല്ലെങ്കിൽ എന്റെ വ്ളോഗിംഗ് ടൂൾസ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട? എന്തായാലും കമന്റിൽ പറയണേ. അപ്പൊ നാളത്തെ വീഡിയോ കാണാം ഗൈസ്. ബൈ ബൈ, ലവ് യു.